يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم. ബറാഅത്തിന്റെ രാവ് വന്നിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശ്രേഷ്ഠമായി കണക്കാക്കിയ ഒരു രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. അല്ലാഹു തആല ഒരു വർഷത്തേക്കുള്ള നമ്മുടെ അമാലുകൾ രേഖപ്പെടുത്തുന്ന ദിവസമാണത്. അത് മലക്കുകൾക്ക് കൈമാറുന്ന രാവാണ് 27-ാം രാവിന്റെ ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ലൈലത്തുൽ ബറാഅത്തും ലൈലത്തുൽ ഖദറും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതിവരസാദൊക്കെ എപ്പോഴും ഓർമ്മിക്കും 3 യാസീൻ നിർബന്ധമായി മഗ്‌രിബിന് ശേഷം ഇശാ നിസ്കാരത്തിനിടയിലായിട്ട് ഓതണം. ഒന്ന് റിസ്ഖ്, ഒന്ന് ഈമാൻ, ഒന്ന് നമ്മുടെ മരണസമയത്ത് ഈമാൻ സലാമത്താവാൻ, റിസ്ഖിന് വേണ്ടി, ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി, ആഫിയത്തിന്, ആയുരാരോഗ്യത്തിന് ഈ നിയ്യത്തുകളൊക്കെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് 3 യാസീൻ ഓതി, സൂറത്ത് ദുഖാൻ ഓതി, പ്രത്യേകമായ ദുആകളുണ്ട്. അത് ലഭ്യമാകുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അയക്കുന്നതായിരിക്കും. അള്ളാഹുലേക്ക് കൂടുതലായിട്ട് അടുക്കുക. റമദാനിലേക്ക് ഇനി 2 ആഴ്ചയേ ഉള്ളൂ എന്നാണ് വിളിയാളം. എത്തിയിട്ടുണ്ട് കേട്ടോ, 2 ആഴ്ചയേ ഉള്ളൂ. ആ ഒരു വലിയ അതിഥി നമ്മിലേക്ക് വരാനിരിക്കുകയാണ് എന്ന് അള്ളാഹു വിളിച്ചറിയിക്കുന്ന ഒരു സമയമാണത്. ഒരു രാത്രി കാണാതായി മഹതിയായ ജന്നത്തുൽ എന്തേ ഇന്ന് അല്ലാഹു തആല ധാരാളം ആകാശത്ത് ഇറക്കുന്ന രാവാണ്. ഈ രാവിൽ ഖൽബുകളുടെ അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുന്ന രാവാണ്. ഈ രാവിൽ ധാരാളം അല്ലാഹുവിനോട് ഇബാദത്ത് അടുക്കുന്ന രാവാണ് എന്ന് പഠിപ്പിച്ചു. അത് ബറാഅത്ത് രാവായി അസ്സലാമു അലൈക്കും. ഇന്ന് ബറാഅത്ത് രാവാണ്. അപ്പോൾ എന്താണ് ബറാഅത്ത് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പിന്നെ ശഅബാൻ 15-ാം രാവിലെ നമ്മൾ ബറാഅത്ത് എന്ന് പറഞ്ഞിട്ട് മലബാറുകൾ പ്രത്യേകിച്ച് പിന്നെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കും. അപ്പം നമ്മൾ രാവിലെ ചക്കരക്കഞ്ഞിയാണ് ഉണ്ടാക്കൽ. ഓരോ വീട്ടിലുണ്ടാക്കി എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. എല്ലാ വീട്ടുകാരും, മിക്ക വീട്ടുകാരും ഉണ്ടാക്കലുണ്ട്. അങ്ങോട്ടും ഷെയർ ചെയ്യും. പിന്നെ ഓതാനൊക്കെ ഉണ്ട്, അതായത് 3 യാസീൻ, പിന്നെ ഒരു ദുഖാൻ സൂറത്ത് ഓതും. നമ്മൾ വിശ്വസിക്കുന്ന, അതായത് നമ്മളെ ആയുസ്സിനെയും പിന്നെ റിസ്ക്, അതായത് ഭക്ഷണം, അതുപോലത്തെ വസ്ത്രം, ഓരോ കാര്യങ്ങൾ, അതും അള്ളാഹു നമുക്ക് ഇടുന്നത് ആ ഒരു ശഅബാൻ 15-ൻ്റെ രാവിലാണെന്നാണ്. അപ്പം ഇത് എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നോമ്പ് നോക്കും. ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഹദീസിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഹദീസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം മണ്ണിൽ ജലാല മൗലത്തനീല മുണ്ടും ഹിദായത്തുള്ളോരേ, മുണ്ടും ഹിദായത്തുള്ളോരേ, മുണ്ടും പുരാനേ മുഹബ്ബത്ത് സീനേ ദീനിന്നേരയിൽ നിലാവേ, ദീനിന്നേരയിൽ നിലാവേ, മഹബൂബുൽ ബാഖിയ മുഹയ്യിദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞൊലിയേ, മഹാരാജ നിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറുലേ. നമ്മൾ പ്രത്യേകം ഫുഡ് ഉണ്ടാക്കും, ഓതും. പിന്നെ പള്ളികളിലൊക്കെ നേരം വെളുക്കുന്നവരെ ഇസ്തിഗ്ഫാറും, അതായത് തൗബ സ്വീകരിക്കുന്നതൊക്കെ ദിവസം എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ ആഘോഷിക്കാറ്. അപ്പോൾ രാവിലെ നമ്മൾ ബറാഅത്ത് രാവിൻ്റെ അന്ന് രാവിലെ നമ്മൾ ചക്കരക്കഞ്ഞി, ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ പിന്നെ നമുക്ക് അള്ളാഹു ഭക്ഷണത്തിൽ വിശാലത നൽകിയ പോലെ എല്ലാ ദിവസവും നമുക്ക് ഈ വർഷം ഫുള്ള് അങ്ങനെ നൽകണേ എന്നുള്ള രീതിയിൽ. പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, യാസീൻ ഓതണം എന്ന് പറഞ്ഞിട്ട് ഒരാളെയും വിട്ടുപോകരുത്. അതായത് പിന്നെ ഇപ്പം പണ്ടത്തെ ഉപ്പാകും ഉമ്മാകും ചിലപ്പോൾ ഓതാൻ അറിയാത്തവർ, വല്യമ്മമാരൊക്കെ
ചിലരുണ്ടാവും സുഖമില്ലാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ 3 യാസീൻ വീതം. അപ്പോൾ ഇപ്പം നമ്മൾ മഗ്‌രിബിന് ശേഷം, പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ട് നമുക്ക് ഒരാൾക്ക് തന്നെ 10-15 യാസീനൊക്കെ ഓതാനുണ്ട്. അതായത് 3 വീതം വെച്ച്. അപ്പോൾ ഒരാൾ പറയും, നീ ഉപ്പാക്ക് ഓതിക്കോ, ഞാൻ വല്യുമ്മാക്ക് ഓതാം. പിന്നെ മരിച്ചവരുണ്ടെങ്കിൽ അവരുടെ പേരിൽ അവർക്ക് വേണ്ടി അങ്ങനെ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. പിന്നെ ഇന്ന് നമ്മൾ കുറുക്കൽ, അതായത് കുറുക്ക് പ്രത്യേകം ഉണ്ടാക്കലുണ്ട്. പാല് വാഴക്ക എന്നൊക്കെ പറയുന്ന അതിനേക്കാളും കുറച്ചൊരു ഹെവി ആയിട്ടാണ് ഉണ്ടാക്കൽ. അതായത് തേങ്ങാപ്പാലും പിന്നെ പിടി തിക്കിടി അതുപോലത്തത്, പിന്നെ പരിപ്പെല്ലാം ഇട്ടിട്ട് ഒരു കുറുക്ക്. കുറുക്ക് നമ്മൾ സാധാരണ ബറാത്തിന് മാത്രമായിട്ടാണ് ഉണ്ടാക്കൽ. അതിന് കുറച്ചധികം പണിയുണ്ട്. പക്ഷെ ഉമ്മാക്കും കഴിയുന്നില്ല, ഉമ്മാക്കൊരു സുഖമില്ല. ഉമ്മ ഇല്ലാതെ നമുക്കങ്ങനെ, ഉമ്മാക്ക് കഴിയാതെ നമുക്ക് ചെയ്യാനൊരു ഇതില്ല. അതുകൊണ്ട് ഇന്ന് ആക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും ആക്കലുണ്ട് കുറുക്കൽ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്.